നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ കൊല്ലം സ്വദേശിനിയെയും മകളെയും മരിച്ച നിലയെ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യുവതിയുടെ ആത്മഹത്യക്കുറിപ്പൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലാണ് യുവതി ഈ ഒരു കുറിപ്പും പങ്കുവച്ചത്. പലപ്പോഴും സ്ത്രീധന പീഡന മരണങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ ഒരു മരണം കൂടി അതിലേക്ക് എഴുതി ചേർക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചിട്ടും അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് യുവതിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും, ഭർത്താവിൻ്റെ സഹോദരിയുടെ കയ്യിൽ നിന്നും, ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഈ യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും എന്തിനെ ഈ യുവതി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തു എന്നുള്ളതാണ് എല്ലാവരെയും ഉലയ്ക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം യുവതിയുടെ അമ്മയടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അമ്മയുടെ വാക്കുകൾ കൂടി ചേർന്ന് ആർക്കും തന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നതല്ല എന്ന്. പക്ഷെ അപ്പോഴും അമ്മ പറഞ്ഞത്, എന്നെ അധികമൊന്നും കാര്യങ്ങൾ അവൾ അറിയിച്ചിരുന്നില്ല, ഇത്രയൊക്കെ വേദനകൾ അവൾ സഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ അടുത്തൊക്കെ തന്നെ വളരെ ചിരിച്ച് അവരെ എപ്പോഴും സന്തോഷിപ്പിച്ചും അവർക്ക് മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ചും കാണിച്ചിരുന്ന ഈ പറയുന്ന യുവതി തൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തൻ്റെ കുടുംബജീവിതത്തിൽ അനുഭവിച്ചിരുന്നത് ആർക്കും സഹിക്കാൻ പറ്റാവുന്നതിനപ്പം, ആർക്കും താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമുള്ള വേദനയായിരുന്നു എന്നുള്ളതാണ് യുവതിയുടെ മരണത്തിന് പിന്നാലെ തന്നെ വന്നിട്ടുള്ള ആത്മഹത്യക്കുറിപ്പിലും അല്ലെങ്കിൽ യുവതി മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ പങ്കുവച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അമ്മ പറഞ്ഞിരിക്കുന്നത്, ആവശ്യമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം എന്നാണ്. എത്രയും വേഗം തന്നെ തൻ്റെ മകളെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുള്ള ഈ പ്രതികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് അമ്മയുടെ ആവശ്യം. കൊല്ലം കൊറ്റക്കര കേരളപുരം സ്വദേശിനി രജിത ഭവനിൽ വിഭജിക മണിയനെയാണ്, ഒപ്പം 1.5 വയസ്സുകാരിയായിട്ടുള്ള മകൾ വൈഭവിയെയുമാണ് അൽ നഹദയിലെ താമസ സ്ഥലത്ത് ചൊവ്വാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നാട്ടിലേക്ക് എത്തിച്ച് വിചാരണ ചെയ്യണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. മകളെയും കുഞ്ഞിനെയും ഭർത്താവും വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. കുടുംബം നേരത്തെ കേരള പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ അന്വേഷണം രാജ്യാന്തര തലത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ഥിതി കണക്കിലെടുത്താണ് കുടുംബം അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തന്റെയും മകളുടെയും മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് വിഭജിക ആത്മഹത്യക്കുറിപ്പിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഷാർജയിൽ മരിച്ച വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള തുടർ നടപടികൾ തിങ്കളാഴ്ചയോടെ പൂർത്തിയാക്കാനാണ് ശ്രമം. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതേസമയം ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി വിഭജിക പോസ്റ്റ് ചെയ്ത കുറിപ്പും പ്രചരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റും നിയമ നടപടികൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളും ഇടപെട്ടിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനും വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം മറ്റു നടപടികളും വൈകുമെന്നാണ് സൂചന. അടുത്ത 2 ദിവസങ്ങൾ വാരാന്ത്യ അവധിയായതിനാൽ തിങ്കളാഴ്ചയകം ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാവുക. കേസ് നിലനിൽക്കുന്നതിനാൽ നാട്ടിലേക്ക് പോകാനാകില്ലെന്നും കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്തിയാൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നാണ് നിതീഷിന്റെ വാദം. ഷാർജ അൽ നഹദയിൽ കൊല്ലം കേരളപുര സ്വദേശിനിയായ യുവതിയെയും 1.5 വയസ്സുകാരിയെയും മരിച്ച സംഭവത്തിൽ കൂടുതൽ ദുരൂഹതകളുണ്ടെന്ന് ആവർത്തിക്കുക തന്നെയാണ് കുടുംബം ചെയ്യുന്നത്. വിഭജിക മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപേ കുടുംബ സുഹൃത്തായ അഭിഭാഷകനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വിവരം. വാട്സപ്പ് സന്ദേശം വഴിയാണ് സംസാരിക്കാൻ ശ്രമിച്ചതെന്ന് അഭിഭാഷകൻ ബിനു പറയുന്നു. തനിക്ക് ലഭിച്ച സന്ദേശത്തിൽ വിഭജികയുടെ സംസാരത്തിൽ യാതൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ലെന്നും തിരികെ സന്ദേശം അയച്ചതിന് മറുപടി ലഭിച്ചില്ലെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ഷാർജയിൽ വിഭജികയുടെ ഒപ്പം താമസിച്ചിരുന്ന ജോലിക്കാരിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തൊട്ടിൽ കെയറിലാണ് ഇരുവരും ജീവനൊടുക്കിയതെന്നാണ് മെയ്ഡിന്റെ മൊഴി. മലയാളിയായ മെയ്ഡ് പുറത്തുപോയ സമയത്താണ് മരണങ്ങൾ സംഭവിച്ചതെന്നും മൊഴിയുണ്ട്. സംഭവത്തിൽ കോട്ടയം ഡിവൈഎസ്പി വിഭജികയുടെ അമ്മയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൈമാറി. പരാതിയിൽ വിശദമായ മൊഴി ഉടൻ സ്വീകരിക്കും. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്.
മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വിഭജിക ബന്ധുവായ ഗുരുവായൂർ സ്വദേശിനിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പൊതി ഏൽപ്പിക്കാൻ സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നതായും വിവരം പുറത്തുവന്നു. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് ATM കാർഡുകൾ, നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ, 1000 ദിർഹം എന്നിവയും പൊതിയിലുണ്ടായിരുന്നു. താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും പൊതി ബന്ധുവിനെ 2 ദിവസം കഴിഞ്ഞ് ഏൽപ്പിക്കണമെന്നായിരുന്നു വിഭജിക ആവശ്യപ്പെട്ടിരുന്നത്. വിഭജികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി. താനും മകൾ നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നതുവരേക്കും സൂക്ഷിക്കാനാണ് കൈമാറുന്നതെന്നായിരുന്നു സുഹൃത്തിനോട് വിഭജിക പറഞ്ഞിരുന്നത്. നേരിട്ട് ബന്ധുവിന് കൈമാറിയാൽ നാട്ടിലേക്ക് പോകുന്നുവെന്ന് കള്ളം പറയാനാകില്ല എന്നതായിരുന്നു ഇടയ്ക്ക് സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ബന്ധു സ്ത്രീ കരുതുന്നത്. വിഭജികയെ ഏറെ കാലമായി അറിയാം. അവൾക്ക് ഭർത്താവുമായുള്ള പ്രശ്നവും നന്നായി അറിയാമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൽ കുറേ നേരം സംസാരിക്കും, പലപ്പോഴും നേരിട്ടും. നിതീഷും ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുന്ന മകളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് വിവരിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിൽ നല്ലത് വിവാഹമോചനം നേടുന്നതല്ലേ എന്ന് ഉപദേശിക്കുമായിരുന്നു. മകൾക്ക് 2.5 വയസ്സെങ്കിലും ആയി കഴിഞ്ഞാൽ അതിന് തയ്യാറാണെന്നായിരുന്നു മറുപടി. ഇക്കാര്യങ്ങളെല്ലാം നിതീഷുമായി സംസാരിച്ചപ്പോഴൊക്കെ ഗൗരവമായ പ്രശ്നമൊന്നുമില്ലെന്നും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നായിരുന്നു പ്രതികരണം. എന്നാൽ ഇക്കാര്യം വിഭജിക നിഷേധിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലെങ്കിലും നിതീഷിനും തന്നോടും മകളോടുമുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകട്ടെ എന്ന് വിഭജിക കരുതി കാണുമെന്ന്, ഒരിക്കലും ആ കടുങ്കൈ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നില്ലെന്നും ബന്ധുവായ സ്ത്രീ പറഞ്ഞു. വിവാഹമോചന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെട്ട് അടുത്തിടെ നിതീഷ് തന്നെയും ഭർത്താവിനെയും ഫോൺ വിളിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വിഭജിക. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറാണ് വിഭജികയുടെ ഭർത്താവ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും 1 വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാകൊല ചെയ്തുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമെന്നും വിഭജിക ആത്മഹത്യക്കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്. മരിക്കാൻ ഒരാഗ്രഹവുമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല, ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത്, അച്ഛനെന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി, എന്നിട്ടും പ്രതികരിച്ചില്ല. എൻ്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായി. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാകൊല ചെയ്തു. വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചു. ഗർഭിണിയായി 7-ാം മാസത്തിൽ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. തുടങ്ങിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളാണ് അതിൽ എഴുതി തീർത്തിട്ടുള്ളത്. ഈ ആത്മഹത്യക്കുറിപ്പ് കേസിന് വലിയ തെളിവാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസന്വേഷണം തുടരുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കണ്ടെത്തിയത്. മൃതദേഹം 2 പേരുടെയും ഏറെ നേരം വിളിച്ചിട്ട് ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭജികയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വരുത്തി വാതിൽ തുറന്നപ്പോഴാണ് 2 പേരും മരിച്ചതായി കണ്ടെത്തിയത്. ഈ സമയം നിതീഷ് വിഭജികയുടെ ഫോൺ കൈക്കലാക്കിയെന്നും സംശയിക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷണ ഘട്ടത്തിൽ പുറത്തുവരുന്ന കാര്യങ്ങളാണ്. ഏതായാലും കേസെടുത്ത് കൃത്യമായി തന്നെ പരാതി വീട്ടുകാർ നൽകിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ വിഭജികയെ ഈ ഒരു നിലയിലേക്ക്, ആ കുഞ്ഞു മോളെയും ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുള്ള അതിന് പിന്നിൽ പ്രതികളായെന്ന് പറയുന്ന ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.